ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബയർ ലെവർകൂസൻ വേഴ്സ് ഡോട്ട്മുണ്ട് മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ബുണ്ടസ്ലീഗയിൽ നടന്ന ബയർ ലെവർകൂസൻ വേഴ്സ് ഡോട്ട്മുണ്ട് മത്സരം 3-2 എന്ന ഗോൾ സ്കോറിൽ ബയർ ലെവർകൂസൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി 35 പോയിൻറ്റുമായിട്ട് ബുണ്ടസ്ലീഗ പോയിൻ്റ് ടേബിളിൽ 2-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 1-ാം സ്ഥാനത്ത് വെറും 1 പോയിൻ്റ് വ്യത്യാസത്തോടു കൂടി മാത്രമാണ് ബയൺ മ്യൂണിക് 1-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ ചാമ്പ്യന്മാരാണ് ലെവർകൂസൻ. ആ ഒരു സമയത്ത് ഒരുപാട് ട്രോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അലോൺസോക്കെതിരെ. വൺ സീസൺ വണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലും സെയിം ഫോം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബിഗ് പ്ലേയേഴ്സോ അത്ര വലിയ സ്കോഡൊന്നും അല്ല ലെവർകൂസനെ സംബന്ധിച്ചിടത്തോളം. എനിക്കാകെ സീരിയസ്ലി അറിയാവുന്ന 2 പ്ലെയറേ ഉള്ളൂ. ഒന്ന് അർജൻറ്റീനിയൻ പ്ലെയർ ഇസിക്കൽ പലാസിയോസ്, ഒരു ജർമ്മൻ സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞൊരു പേരിലുള്ള ഒരു സെൻറ്റർ ബാക്ക് പ്ലെയറിനെ മാത്രമേ എനിക്ക് ആ ഒരു സ്ക്വാഡിൽ എനിക്ക് പരിചയമുള്ളൂ. പിന്നെ ഒരു ആർസനലിൻ്റെ ഒരു പ്ലെയറും കൂടെയുണ്ട്. ഇത്രയും ഒരു ഹൈപ്പില്ലാത്ത പ്ലെയേഴ്സിനെയും വെച്ചിട്ട് ഇത്രയും വർഷം ടൈറ്റിൽ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിനെയാണ് കഴിഞ്ഞ സീസണിൽ ബീറ്റ് ചെയ്തത്. ഈ ഒരു സീസണിലും സെക്കൻഡ് പൊസിഷനിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ബയൺ മ്യൂണിക്കിൻ്റെ ആ സ്കോർ ഡെപ്ത് എന്താണെന്ന് അറിയാം. ഈ ഒരു അവസ്ഥയിലാണ് ആ കോച്ചിൻ്റെ ടാലൻ്റ് എന്താണ് എന്ന് കോച്ച് തെളിയിച്ചിരുന്നത്. ശരിക്കും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിദാൻ, അതുപോലെ ഗാർഡിയോളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവരൊക്കെ സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് അത്രയും ഡെപ്തുള്ള ഒരു സ്ക്വാഡ് വെച്ചിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ആയാലും അതുപോലെ ലീഗ് ടൈറ്റിലൊക്കെ എന്ന് വെച്ചാൽ ലെവർകൂസൻ ടൈറ്റിൽ അടിച്ചു എന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇത്രയും വലിയ സ്ക്വാഡ് വെച്ചിട്ട് ഇവർക്ക് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും ഒരു ചെറിയ സ്ക്വാഡ് വെച്ചിട്ട് അവർക്ക് ടൈറ്റിൽ ചാമ്പ്യൻ ആവാൻ പറ്റിയെന്ന് പറയുന്നത് കോച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അത്രയും ഒരു റിസൾട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ സീസൺ ലെവർകൂസൻ ചാമ്പ്യൻ ആവുന്നത്. ഈ ഒരു സീസണിലും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടും അതും 1 പോയിൻ്റ് വ്യത്യാസം മാത്രമേ മ്യൂണിക്കുമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.